ഏപ്രിൽ മാസത്തിലാണ് പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ എന്ന പേരിൽ ഡീലിമിറ്റേഷൻ ബില്ല് അവതരിപ്പിക്കാൻ BJP തയ്യാറാകുന്നത്. സ്ത്രീ സംവരണ ബില്ലിൻ്റെ മറവിൽ BJP ഡീലിമിറ്റേഷൻ ബില്ലായിരുന്നു യഥാർത്ഥത്തിൽ പാർലമെന്റിൽ കൊണ്ടുവന്നത്. ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് ഇത്തരം ഒരു ബില്ല് പാസാക്കിയെടുക്കാൻ BJPക്ക് അന്ന് സാധിച്ചിരുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായി ബില്ലിനെ എതിർത്തതുകൊണ്ട് അത് പാസാക്കിയെടുക്കാൻ BJPക്ക് സാധിച്ചില്ല. പ്രതിപക്ഷത്തിൻ്റെ വലിയ വിജയമായിരുന്നു ആ ബില്ല് പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇന്നിപ്പോൾ BJP മറ്റൊരു പ്ലാനിലേക്ക് പോവുകയാണ്. DMKയോട് കോൺഗ്രസ് കാണിച്ച വഞ്ചനാപരമായ നിലപാട് ഇപ്പോൾ BJPക്ക് അനുകൂലമായി മാറുകയാണ്. DMK പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയ വിജയിയുടെ TVKയുമായി ഒരു സഖ്യത്തിലേർപ്പെടാൻ കോൺഗ്രസ് കാണിച്ച ധൃതി അല്ലെങ്കിൽ വഞ്ചനാപരമായ നിലപാട് DMKയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇന്ത്യ മുന്നണി യോഗത്തിൽ അവർ പങ്കെടുത്തില്ല. മാത്രമല്ല, അവർ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ കോൺഗ്രസിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന DMKയുടെ പ്രതിനിധികൾ ഇനി പാർലമെന്റിൽ മറ്റൊരു ബ്ലോക്കായി ഇരിക്കാൻ അവർക്ക് സെപ്പറേറ്റ് ബ്ലോക്ക് വേണമെന്ന് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നു. അവർ സെപ്പറേറ്റ് ബ്ലോക്കായി പാർലമെന്റിൽ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ TMCയിൽ വലിയ ഒരു പിളർപ്പ് ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. മമതാ ബാനർജിയുടെ ഏകപക്ഷീയമായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് TMCയുടെ MP മാർ 20ഓളം MP മാർ ഇപ്പോൾ പാർലമെന്റിൽ മറ്റൊരു ബ്ലോക്കായി ഇരിക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ 293 സീറ്റുകളുള്ള BJPക്ക് ഇത്തരം പിളർപ്പുകൾ, അനുകൂല കാലാവസ്ഥ പാർലമെന്റിൽ സൃഷ്ടിക്കാൻ സാധിച്ചത് വലിയ നേട്ടമാണ്. TMCയിലെ ഒരു വിഭാഗവും DMK ഒന്നടങ്കം ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഇല്ല. പാർലമെന്റ് സീറ്റുകളെ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന, നിർണയിക്കുന്ന, പുനർനിർണയിക്കുന്ന BJPക്ക് മാത്രം ഗുണം ചെയ്യുന്ന ഒരു ബില്ലാണ് ഡീലിമിറ്റേഷൻ ബിൽ. ആ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുന്നതോടുകൂടെ 543 സീറ്റുകളുള്ള ലോക്സഭയുടെ ആ പരിധി 850ലേക്ക് ഉയർത്താൻ കഴിയും. ജനസംഖ്യാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താത്ത നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്ന്, അഥവാ BJPയുടെ കൗ ബെൽറ്റിൽ നിന്ന് കൂടുതൽ MP മാരെ ഉണ്ടാക്കാൻ ഡീലിമിറ്റേഷനിലൂടെ BJPക്ക് സാധിക്കും. 2029 മുമ്പ് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കി തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ BJP ശ്രമിക്കുകയാണ്. ഇങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടെയുള്ള വലിയ പ്ലാനുകളുമായാണ് BJP രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ കോക്രോച്ച് പാർട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടോ പ്രതിരോധിക്കാവുന്ന ചെറിയ നീക്കങ്ങളല്ല BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കാൻ ജനപ്രാതിനിധ്യ സഭ തന്നെ ഉപയോഗിക്കുകയും ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിക്കുകയും കോടതികളെ ഉപയോഗിക്കുകയും നിയമപരമായ വഴിയിലൂടെ ജനാധിപത്യത്തെ ഏകാധിപത്യത്തിലേക്ക്, ഒരൊറ്റ പാർട്ടി സംവിധാനത്തിലേക്ക് മാറ്റാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത്തരം അപകടങ്ങൾ തിരിച്ചറിയാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതുവരെ സാധിച്ചിട്ടില്ല. 2/3 ഭൂരിപക്ഷം എന്ന ആ സംഖ്യയിലേക്കെത്താൻ ഇത്തരം പിളർപ്പുകൾ കൊണ്ട് പ്രയോജനമുണ്ടാകുമെന്നാണ് BJP കരുതുന്നത്. കുറഞ്ഞ MP മാരുള്ള ചില പാർട്ടികളുമായും BJP സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മൺസൂൺ സെഷനിൽ തന്നെ ഡീലിമിറ്റേഷൻ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും BJP നടപ്പാക്കാൻ പോവുകയാണ്.